യേശുക്രിസ്തുവിന്റെ ജനനം മറിയയ്ക്ക് പ്രത്യക്ഷനായ ദൂതന. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് പ്രത്യക്ഷപ്പെട്ടത് ഒരു സൈന്യമല്ല, പിന്നെ ഒരു ദൂതന. സ്തോത്രം, ഹല്ലേലൂയ. ശുശ്രൂഷ അവസാനിപ്പിച്ച് സ്തോത്രം ഹല്ലേലൂയ ചൂരച്ചെടിയുടെ ചുവട്ടിൽ കിടന്ന് തീർന്നാൽ മതി എന്ന് പറഞ്ഞ സ്ഥാനത്ത് തീരാത്ത ശുശ്രൂഷകൾ ഇനിയും ഉണ്ടെന്നുള്ളത് തിരിച്ചറിഞ്ഞിട്ട് സ്തോത്രം അവിടേക്ക് അയച്ചത് ഒരു ദൂതനെയാ. തട്ടി ഉണർത്തി ഹോരേബോളം ഓടത്തക്കവണ്ണം ബലം കൊടുത്ത് ശുശ്രൂഷകൾ തികപ്പിച്ച, ഹല്ലേലൂയ, അസാധാരണ പ്രവൃത്തി ചെയ്യിച്ച, ഓരോ കാര്യങ്ങളുടെയും പിന്നിൽ നോക്കുമ്പോൾ ദൂതന്റെ പ്രത്യക്ഷതയാണ്. കാരാഗ്രഹത്തിന്റെ അകത്ത് യാക്കോബിനെ പോലെ നാളെ തല കാണത്തില്ല എന്ന് നിശ്ചയിച്ചു കിടന്ന സ്ഥാനത്ത് പത്രോസ് കിടന്ന കാരാഗ്രഹത്തിന്റെ അകത്തിറങ്ങിയത് ദൂതനാ. ഇന്ന് രാത്രി, ഇന്ന് പകൽ ഞാൻ പറയട്ടെ, ദൈവം അയക്കേണ്ടതിനെ അയക്കും കേട്ടോ. അസാധാരണമായ ചിലത് നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് സംഭവിക്കട്ടെ. ഒരു ദൂതന്റെ പ്രത്യക്ഷത, അത് മറ്റാരുമല്ല, യഹോവയുടെ പ്രത്യക്ഷത, യേശുവിന്റെ പ്രത്യക്ഷത. അസാധാരണ കാര്യങ്ങളെ നമ്മുടെ കുടുംബത്തിന്റെ അകത്ത് കൊണ്ടുവരും. ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ പറയുക, സ്തോത്രം, ഭാര്യ മച്ചിയ, പ്രസവിച്ചിട്ടുമില്ല. സ്തോത്രം, ആ സ്ഥാനത്താ പറയുന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കുമെന്ന്. വിശ്വസിക്കാൻ ഒരുവനുണ്ടെങ്കിൽ ഇന്നും അത്ഭുതം ചെയ്യാനൊരു ദൈവമുണ്ട്. സ്തോത്രം. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. മറിയോട് ദൂതൻ പറഞ്ഞൊരു കാര്യമാണ്, നിന്റെ ചാർച്ചക്കാരി എലിസബത്ത് വാർദ്ധക്യത്തിൽ അവൾ സ്തോത്രം ഗർഭം ധരിച്ചിരിക്കുക. അവൾക്ക് 6-ാം മാസമാ. വാർദ്ധക്യം തടസ്സമല്ല, വയസ്സ് തടസ്സമല്ല, ആരോഗ്യം തടസ്സമല്ല. ഇന്ന് പകൽ വിശ്വസിക്കുവാൻ, ഈ ദൈവത്തെ വിശ്വസിക്കുവാൻ ഒരുവനുണ്ടെങ്കിൽ നിന്റെ പ്രായം തടസ്സമല്ല, നിന്റെ ജീവിതത്തിലെ പോരായ്മകൾ തടസ്സമല്ല, നിന്റെ ശരീരത്തിലെ പോരായ്മകൾ തടസ്സമല്ല. ഇന്ന് പകൽ വിശ്വസിക്കുവാൻ ഇന്ന് പകൽ ലേബൽ മാറ്റി എഴുതട്ടെ, മച്ചി എന്ന ലേബൽ മാറ്റി എഴുതട്ടെ. യേശുവിന്റെ നാമത്തിൽ അടഞ്ഞിരിക്കുന്ന ഗർഭദ്വാരങ്ങൾ തുറക്കുന്ന ദൈവം. അടച്ചു വെക്കാൻ എന്നേക്കും അടച്ചു വെക്കാൻ കഴിയത്തില്ല. ഇന്ന് പകൽക്കാലം അത് തുറന്നു വരട്ടെ. നീ വിശ്വസിക്കുമെങ്കിൽ നിനക്ക് വേണ്ടി തുറക്കുവാൻ എന്റെ ദൈവം വിശ്വസ്തൻ.